സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു വേദിയാണ് സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. തൊട്ടു മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സർവശക്തനായ ദൈവം നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം എന്നുള്ളതായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ക്ലാസ്സുകൾ നയിക്കുന്നത് തിയോളജിയെ ക്ലാസ്സുകളിലൂടെ ശാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനും ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. ഏറെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് ജോസഫ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് പേരാവൂർ ഫൊറോനയിലെ വ്യത്യസ്ത ഇടവകളിൽ നിന്നുള്ള മതാധ്യാപകരുടെ പ്രതിനിധികളാണ്. നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ 3-ാം അധ്യായത്തിലെ 5-ാം ഖണ്ഡികയിൽ ആരംഭിക്കുന്ന മാലാഖമാർ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. നിങ്ങളെല്ലാവരും ക്ലാസ്സിന് തയ്യാറായി എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനായി ജോസഫ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശ്വാസ പ്രമാണമാണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ ഘടന ക്രമീകരിച്ചിരിക്കുന്നത് വിശ്വാസ പ്രമാണത്തെ ആധാരമാക്കിയാണ്, ഇല്ലേ? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സർവശക്തനും പിതാവും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു, ഇല്ലേ? അവിടുന്ന് ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവാണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുക. ദൃശ്യം അദൃശ്യമായതിൻ്റെ സൃഷ്ടാവ്, ഇല്ലേ? അത് എന്താണ് ഈ അദൃശ്യമായതിനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുക. അദൃശ്യമായവയായി ദൈവം സൃഷ്ടിച്ചവയാണ് മാലാഖമാർ, അരൂപികളായതുകൊണ്ട് അവരെ ആർക്കും കാണാൻ പറ്റിയല്ല, ഇല്ലേ? കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെ അദൃശ്യമായവ എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത് ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന എന്താ? മാലാഖമാരുടെയും ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവം എന്നാണ് നമ്മളവിടെ ഏറ്റുപറയുന്നത്. അപ്പോൾ ഈ മാലാഖമാരെക്കുറിച്ച് ചിന്തിച്ചാൽ, മാലാഖമാരെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു കൂട്ടരാണ് ഈ മാലാഖമാരെന്ന് പറഞ്ഞാൽ, അല്ലേ? മാലാഖമാരെ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ്. അവരുടെ പേര് തന്നെ അതാണ്. മാലാഖ എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും അതൊരു മലയാള പദമല്ല, അതൊരു അരമായ ഹീബ്രു പദമാണ്. സെമിറ്റിക് ലോകത്ത് നിന്നാണ് ആ പദം വരുന്നത്. അതായത് മെലക്ക് എന്ന് പറഞ്ഞാൽ മാലാഖ എന്ന് പറയുന്നതൊക്കെ ആ പദമാണ്. മലക്ക്, മെലക്ക് എന്നൊക്കെ അറബി ഭാഷയിലും ഹീബ്രുവിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അറിയിക്കുക, സന്ദേശം എത്തിക്കുക എന്നൊക്കെയാണ് ആ ക്രിയയുടെ അർത്ഥം. അപ്പോൾ മാലാഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യൻ്റെ അടുത്ത് എത്തിക്കുന്നവരാണ് മാലാഖമാർ, അല്ലേ? ഈ മാലാഖമാർ ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. കോടാനുകോടി മാലാഖമാരുണ്ട്. ഈ മാലാഖമാർ ദൈവത്തിൻ്റെ സന്ദേശം ലോകമെങ്ങും എത്തിക്കുക, ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുന്നതിൽ സന്തോഷിക്കുക, ഇതാണ് മാലാഖമാരുടെ ദൗത്യം എന്ന് പറയുക. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സന്ദേശവാഹകരാകുക, അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ദൈവത്തെ നിരന്തരം സ്തുതിച്ച് ആനന്ദിക്കുക എന്നുള്ളതാണ് മാലാഖമാരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയും. ഈ മാലാഖ
സ്വതന്ത്രമായ ജീവിയാണ്. എന്ന് പറഞ്ഞാൽ അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിന് ദൈവം പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല എന്ന് വേണേൽ ദൈവത്തോട് പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം മാലാഖയ്ക്കും കൊടുത്തിട്ടുണ്ട്. മനസ്സിലാകുന്നു? അതായത് ഈ മാലാഖ മനുഷ്യരിൽ നിന്ന് മാലാഖയ്ക്കുള്ള വ്യത്യാസം, ഇപ്പോൾ ആയിരിക്കുന്ന മനുഷ്യരും മാലാഖമാരും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യർക്ക് മരണമുണ്ട്, അവർ മർത്യരാണ്. അതേസമയം മാലാഖ അമർത്യതയുള്ളവരാണ്. അതായത് മാലാഖയ്ക്ക് മരണമില്ല, മാലാഖ നിത്യമാണ്. അതുകൊണ്ട് ഒരു മാലാഖ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ മാലാഖയുടെ മാനസാന്തരം അസാധ്യമാണ്. കാരണം എന്താണ്? നിത്യതയിലാണ് ആ മാലാഖ തെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നരകത്തിലുള്ള ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ പറ്റില്ല എന്ന് സഭ പഠിപ്പിക്കുന്നതിന് തുല്യമായ അവസ്ഥയിലാണ് മാലാഖമാരുടെ അവസ്ഥ എന്ന് നാം മനസ്സിലാക്കണം. ഈ മാലാഖമാർ കോടാനുകോടി മാലാഖമാരുണ്ട്. മാലാഖമാരെ പല വൃന്ദങ്ങളായി തിരിക്കുന്നുണ്ട്. മാലാഖമാർക്ക് വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാകാം. ആ സംശയങ്ങൾ ഉള്ളവർ ഉന്നയിക്കുമ്പോൾ അതേക്കുറിച്ച് ആവശ്യമെങ്കിൽ നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും. വീണ്ടും ഈ മാലാഖമാർ ഈശോയുടെ രക്ഷാകര പദ്ധതിക്ക് വഴിയൊരുക്കുന്നവരാണ്. ഇല്ലേ? ഈശോ മനുഷ്യനായി അവതരിച്ചപ്പോൾ മാലാഖമാർ രംഗത്ത് വരുന്നുണ്ട്. ഇല്ലേ? മാലാഖമാർ രംഗത്ത് വരുന്നു. അവർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി പാടുന്നു. മാലാഖമാരാണ് ഈശോയെ പരസ്യ ജീവിത വേളയിൽ ഗത്സമൻ തോട്ടത്തിൽ മാലാഖ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. വീണ്ടും വാനമേഘങ്ങളിൽ അവൻ വിധിയാളനായി വരുമ്പോൾ മാലാഖമാരുടെ അകമ്പടി വീണ്ടും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ മാലാഖമാർ വലിയ രക്ഷാകര പദ്ധതിയിൽ സ്ഥാനമുള്ളവർ. അവരുടെ സ്ഥാനം അവർ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദൈവമക്കളുടെയും സംരക്ഷകരും കാവലാളുകളുമായിട്ടാണ് മാലാഖമാർ പ്രവർത്തിക്കുന്നത് എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ മാലാഖമാർ ഓരോരുത്തരും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിർണായക സ്ഥാനമുള്ളവരാകയാൽ ഈ മാലാഖമാരെക്കുറിച്ചുള്ള വിശ്വാസം സഭയുടെ ഔദ്യോഗിക വിശ്വാസ സത്യമാണ്. എന്ന് പറഞ്ഞാൽ മാലാഖ ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല, ഞാൻ വിശ്വസിക്കുന്നുമില്ല. മാലാഖമാരിൽ ഉണ്ടേലും കൊള്ളാം ഇല്ലേലും കൊള്ളാം, മാലാഖമാരിലൊന്നും ഞാൻ വിശ്വസിക്കുകയല്ല എന്ന് പറയാൻ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് അവകാശമില്ല. കാരണം എന്താണ്? അത് സഭയുടെ വിശ്വാസ സത്യമാണ്. മാലാഖമാരുണ്ടെന്നും അവർക്ക് ദൈവം ഭരമേൽപ്പിച്ച ദൗത്യമുണ്ടെന്നും രക്ഷാകര പദ്ധതിയിൽ അവർക്ക് സ്ഥാനമുണ്ട് എന്നും സഭ വിശ്വാസ സത്യമായി പ്രഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. അതുകൊണ്ട് ചില പാഷണ്ഡതകൾ ഈ മാലാഖമാരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് സഭാചരിത്രത്തിൽ. അവർ പറഞ്ഞു ഈ സദൂക്കായ വിഭാഗത്തിൽ നിന്ന് വന്ന ചില പാഷണ്ഡതകളുണ്ട്. അതായത് ആരംഭകാലത്ത് സദൂക്കായർ വിചാരിച്ചിരുന്നു യഹൂദരിലെ ഒരു വിഭാഗമാണ് സദൂക്കായർ. നിങ്ങൾക്കറിയാം, അവർ മാലാഖമാരൊന്നും ഇല്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. മാലാഖമാരൊന്നുമില്ല, അത് ഒരു കെട്ടുകഥയാണ്. ബാബിലോണിയൻ ഐതിഹ്യങ്ങളിൽ നിന്ന് യഹൂദർ കടമെടുത്ത കേവലം സങ്കല്പ കഥാപാത്രങ്ങളാണ് മാലാഖമാർ എന്ന് പറയുന്നവരുണ്ട്. അതല്ല എങ്കിൽ ദൈവീക ഗുണങ്ങളെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ വേണ്ടി എഴുത്തുകാർ കണ്ടെത്തിയ ചില സാങ്കല്പിക കഥാപാത്രങ്ങളാണ് മാലാഖമാർ എന്ന് പറയുന്ന വാദഗതികളുമുണ്ട്. എന്നാൽ ഇവയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നാലാം ലാറ്ററൻ സൂനകദോസ് മാലാഖമാരിലുള്ള വിശ്വാസം സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ മാലാഖമാർ വഴിതെറ്റിയപ്പോഴാണ് പാപത്തിൻ്റെ തുടക്കം. വഴിതെറ്റിയ മാലാഖയാണ് മനുഷ്യനെ വഴിതെറ്റിച്ച് പാപത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് രക്ഷാകര പദ്ധതിയെ മുമ്പോട്ട് നയിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ രക്ഷാകര മാനങ്ങളിലേക്കും ശിക്ഷാകരമായ മാനങ്ങളിലേക്കും ദൈവീക പദ്ധതിയെ നയിക്കുന്നതിൽ മാലാഖമാർക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? യെസ്,
ഈ ആദ്യത്തെ ചിന്തകൾ ഞാൻ പങ്കുവെച്ച് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ സംശയങ്ങളെ ക്രോഡീകരിക്കാം, അവയെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കാം. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡിലായിരിക്കാൻ അവസരം കിട്ടിയത് അല്ലേ? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലുമുള്ളവർക്ക് ഇതിനൊരു ചോദ്യം ചോദിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ നാവായി നിങ്ങൾ വർത്തിക്കണം. അതുകൊണ്ട് ഗൗരവത്തോടെ ഉത്തരവാദിത്വമുള്ള ചോദ്യം ചോദിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ല സീരിയസ് ആയിട്ടുള്ള ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു അല്ലേ? മാലാഖമാരെ പോലെയുള്ള ആളുകളായതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണെന്ന് വിചാരിക്കുകയാണ്. ഞാനും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വളരെ കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചു. ഈ വിഷയം തീർച്ചയായും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി തീർച്ചയായും നമ്മളെ സഹായിക്കും അല്ലേ? നിബിൻ സാറാണ്. നിബിൻ സാർ ചോദിക്കും. അച്ഛാ, എൻ്റെ സംശയം ഇതാണ്. ഈ പിശാചുകൾ അല്ലവ സാത്താൻ അല്ലെ മറ്റ് ദുർബോധങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് അവരുണ്ടായത് ദൈവദൂതന്മാർ പാപം ചെയ്ത് അധപതിച്ചപ്പോഴാണ്. മനുഷ്യന് അങ്ങനെ അധപതിക്കുമ്പോൾ അല്ലെങ്കിൽ പാപത്തിലേക്ക് തിരിയുമ്പോൾ അവന് ദൈവത്തിലേക്ക് തിരികെ വരാൻ ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവം കുമ്പസാരം എന്ന കൂദാശ വഴി ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സാത്താന്മാർക്ക് ഇനി ദൈവദൂതന്മാരാവാനോ അല്ലെങ്കിൽ അവർക്ക് തിരികെ നന്മയിലേക്ക് വരാൻ ഒരു അവസരം ഉണ്ടാകുന്നുണ്ടോ? അതിനോട് ചേർന്നൊരു സംശയം. പഴയ നിയമത്തിൽ ആദം, ഹവ്വ, കായൻ ഇവരെയൊക്കെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്, പാപം ചെയ്തവരെ. ഈ കാലഘട്ടത്തിൽ പാപം ചെയ്തവരെ എന്തുകൊണ്ട് ദൈവം രക്ഷിക്കുന്നില്ല? ഓക്കെ, അതായത് മാലാഖായിക്ക് കുമ്പസാരിക്കാൻ ഒരു അവസരം കൊടുക്കണം എന്നാണ് നിബിൻ സാറിൻ്റെ വാദം അല്ലേ? ന്യൂ ജനറേഷൻ ആളാണ്. ഒരു ന്യൂജൻ സജഷനാണ്. നമുക്ക് ദൈവത്തിരുമുമ്പിൽ പറഞ്ഞു നോക്കാം. ദൈവമേ, നരകത്തിൽ ഒരു കുമ്പസാരക്കൂട് സെറ്റ് ചെയ്താൽ കുറേയൊക്കെ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? മാലാഖ ഒന്ന് ആ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യാളിന് സമാനമായ ഒരു സ്വപ്നം വിവരിക്കുന്നുണ്ട്. കസാൻദ സാക്കീസിൻ്റെ സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ നോവലിൽ പറയുന്നുണ്ട്. ലയോ ബ്രദറിനോട് ഫ്രാൻസിസ് വെറുതെ അങ്ങ് ചിന്തിക്കുകയാണ്. എൻ്റെ ലയോ, ഞാൻ വിചാരിക്കുകയാണ് ഒരു മാലാഖ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഈ ലൂസീബറിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തേൽ സ്നേഹപൂർവ്വം ഒരു ഉമ്മ കൊടുത്തായിരുന്നെങ്കിൽ, അവന് സ്നേഹം കിട്ടിയായിരുന്നെങ്കിൽ അവനും തിരിച്ച് മാനസാന്തരപ്പെട്ട് മാലാഖയാകുമായിരുന്നു എന്ന് ഫ്രാൻസിസിൻ്റെ സുന്ദരമായൊരു സ്വപ്നമുണ്ട്. അതുപോലെയാണ് നിബിൻ സാറിൻ്റെയും സ്വപ്നം. പക്ഷേ പ്രശ്നം എന്നാണ് എന്ന് ചോദിച്ചാൽ, മാനസാന്തരം എന്ന് പറയുന്നത് അത് മർത്യരായവർക്ക് മാത്രം സാധ്യമാകുന്നു. അതായത് നമ്മളുടെ നിത്യത ഭൗതികതയെ ആധാരമാക്കി നിർണയിക്കപ്പെടുന്നവരാണ് മനുഷ്യരെ എന്ന് പറയും. നമ്മുടെ ഈ ലോക ജീവിതമാണ് നമ്മുടെ നിത്യജീവിതത്തെ നിർണയിക്കുന്നത്. നമ്മുടെ നിത്യജീവിതം ഇപ്പോഴും ഒരു ഭാവി സത്യമാണ് അല്ലേ? നമ്മുടെ ഭൗതിക ജീവിതം കൊണ്ടാണ് നിത്യജീവിതം നിർണയിക്കപ്പെടുന്നത്. അതേസമയം മാലാഖായിക്ക് നിത്യത എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അനുഭവമാണ്. അതുകൊണ്ട് നിത്യതയുടെ ഭാഗമായ മാലാഖയ്ക്ക് മാനസാന്തരപ്പെടുക സാധ്യമല്ല അല്ലേ? ദൈവത്തിന് തിന്മ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ മാലാഖായിക്ക് മാനസാന്തരപ്പെടാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ന്യായമായൊരു സംശയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക, അങ്ങനെ നന്മയായ മാലാഖ വഴിതെറ്റി പിശാചാകാമെങ്കിൽ അതിന് ഇച്ചിരി വഴി നന്നാക്കി ശരിയാകാൻ മേലെ എന്നൊരു ചോദ്യം ഉണ്ടാകാം അല്ലേ? അതായത് അതിൻ്റെ വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ തിന്മ എന്ന് പറയുന്ന എന്താണ്? നന്മയുടെ ഇല്ലായ്മയാണ്, അഥവാ വഴിതെറ്റിയ നന്മയാണ് തിന്മ. ഇപ്പോൾ ഉദാഹരണം അക്വിനാസ് പുണ്യാളൻ്റെ പ്രസിദ്ധമായ ഉപമ. അതായത് നെല്ല് കിളുത്ത് നിൽക്കുന്നു ഒരു പാടത്തിൽ, അതിനകത്ത് 2 ചീരവിത്ത് കിളുത്ത് വന്നു. അവിടെ ഏതാണ് കള? ഓക്കെ, ഇതേ
ചീര ഒരു പാടത്ത് മൊത്തം കൃഷി ചെയ്തിരിക്കും. അതിനകത്ത് 2 നെല്ല് കിളുത്ത് വന്നു. അവിടെ ഏതാണ് കള? നെല്ലാണ് കള. അതുകൊണ്ട് അക്വിനാസ് പുണ്യാളൻ പറഞ്ഞു, സ്ഥാനം തെറ്റിയ നന്മയാണ് തിന്മ. സ്ഥാനം തെറ്റിയ നന്മയാണ് തിന്മ. ഇത് തന്നെയാണ് ദൈവം ഏത് ലക്ഷ്യത്തോടുകൂടി ഒരു സൃഷ്ടിയെ ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അതിന് അസ്തിത്വം നൽകി അയച്ചുവോ ആ ലക്ഷ്യത്തിൽ നിന്ന് അത് നിത്യമായും മാറിയോ അതോ ഭാഗികമായിട്ടാണോ മാറിയത്? ഇതാണ് ഭാഗികമായി മാറിയവയ്ക്ക് മാനസാന്തരപ്പെടാം, നിത്യമായി മാറിയവയ്ക്ക് മാനസാന്തരം സാധ്യമല്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇനി ആരാണ്? സണ്ണി സാർ ചോദിക്കുന്നു. സണ്ണി സാർ ചോദിക്കും. അച്ഛൻ, എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ മാലാഖമാർക്ക് പേരുകളുണ്ട്, അതുപോലെ തന്നെ മാലാഖ വ്യൂഹം എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അച്ഛൻ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പള്ളികളിലൊക്കെ മാലാഖമാരുടെ രൂപങ്ങൾ വെക്കാറുണ്ടല്ലോ, സത്യത്തിൽ അവരെ വണങ്ങേണ്ട ആവശ്യമുണ്ടോ? പല വൃന്ദങ്ങളുണ്ട്, പല പേരുണ്ട് എന്ന് പറയുന്ന പോലെ ഇവരെന്തിനാ നമ്മൾ ഈ പള്ളിക്കകത്തൊക്കെ വെച്ച് വണങ്ങുന്നത് എന്നൊരു ചോദ്യം. ഈ മാലാഖമാരെ നമ്മൾ വണങ്ങണോ എന്ന ചോദ്യം, മാലാഖ ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്ന സ്വർഗവാസിയാണ്, ഇല്ലേ? ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നവർ എന്ന അർത്ഥത്തിൽ അവർ വിശുദ്ധരുടെ തലത്തിലുള്ളവരാണ്. സ്വർഗവാസികളാണ് വിശുദ്ധർ, അല്ലേ? പരിശുദ്ധ ദൈവമാതാവ്, യൗസേ പിതാവ്, അൽഫോൻസാമ്മ, ഇവരെയൊക്കെ നമ്മൾ വണങ്ങുന്നു എന്നതുപോലെ മാലാഖമാരും വണക്കത്തിന് അർഹരാണ്. കാരണം അവർ സ്വർഗവാസികളാണ് എന്നുള്ളതാണ് അവരെ വണങ്ങുന്നതിന് ആധാരമായ അടിസ്ഥാനമായ ചിന്ത എന്ന് പറയുന്നത്. ആദ്യം സാറ് ചോദിച്ച ചോദ്യം ഏതായിരുന്നു? ഒന്നുകൂടെ ചോദിക്കാവോ സാറിന്? ചോദ്യം ഇതായിരുന്നു, മാലാഖമാർക്ക് പേരുകളുണ്ട്, അതുപോലെ തന്നെ മാലാഖമാരുടെ പേരുകൾ, അവയുടെ വൃന്ദങ്ങൾ, ഇവയെക്കുറിച്ചാണ്. വാസ്തവത്തിൽ അത് സഭയുടെ വിശ്വാസ സത്യമല്ല. മാലാഖായെ 9 വൃന്ദങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്നും അതിൽ മുഖ്യദൂതന്മാരുടെ വൃന്ദത്തിൽ 7 മുഖ്യദൂതന്മാരുടെ ഗണങ്ങളുണ്ട് എന്നൊക്കെയുള്ള വിഭജനങ്ങളുണ്ട്. ഈ വിഭജനം ബൈബിളിൽ ഇതിലെ പല വൃന്ദങ്ങളെയും കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ശരിയാണ്, യഹൂദ പാരമ്പര്യത്തിൽ മാലാഖമാരെ ഇങ്ങനെ വൃന്ദങ്ങളായി ക്രമീകരിച്ചിട്ടുണ്ട്. 9 വൃന്ദം മാലാഖമാർ, അതാണ് നവവൃന്ദം മാലാഖമാരെന്ന് പറയും. അതുപോലെ മുഖ്യദൂതന്മാർ 7 പേരുണ്ട്, അവർക്ക് പേരുകളുമുണ്ട്. അതൊക്കെ പ്രത്യേകമായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടതാണ്. ക്രിസ്തീയ പാരമ്പര്യത്തിൽ സ്യൂഡോ ഡയനീഷ്യസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവാണ് ഈ മാലാഖമാരെ 9 വൃന്ദങ്ങളായി തിരിക്കുന്ന ആ ഒരു പതിവ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നു. നമുക്കറിയാം, ഇതിൽ ഈ 9 വൃന്ദം മാലാഖമാർ, ക്രോവേന്മാർ, സ്രാപ്പേന്മാർ, മുഖ്യദൂതന്മാർ, അധീശന്മാർ, സിംഹാസനസ്ഥന്മാർ, അതുപോലെ സാദാ മാലാഖമാർ, ഇങ്ങനെ ഈ പലതരത്തിലുള്ള പേരുകളിലാണ് ഈ മാലാഖമാർ അറിയപ്പെടുന്നത്, അല്ലേ? ആ മാലാഖമാർ ഇതിൽ ചിലതൊക്കെ ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൊളോസ്യ ലേഖനം 3:16 ഇതിൽ 3-4 പേരെക്കുറിച്ചെങ്കിലും 3-4 ഗണങ്ങളെക്കുറിച്ചെങ്കിലും, സിംഹാസനസ്ഥന്മാർ, ആധിപന്മാർ, അതുപോലെ തന്നെ മുഖ്യദൂതന്മാർ, ഇവരെക്കുറിച്ചൊക്കെ അവിടെ പരാമർശിക്കുന്നു. 9 എണ്ണവും അതേപടി പറയുന്നത് ഒരുപക്ഷെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എങ്കിലും ഈ യഹൂദ വിശ്വാസത്തിൻ്റെ അനുരണനങ്ങൾ അഥവാ സൂചനകൾ നമുക്ക് പുതിയ നിയമത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് മാലാഖമാരെ ഗണങ്ങളായി തിരിച്ചത് സഭയുടെ വിശ്വാസ സത്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെ ഒരു പാരമ്പര്യം സഭയിലുണ്ട് എന്നും കൂടി തിരിച്ചറിയുക. ഇനി ഓരോ മാലാഖയ്ക്കും പേരിടുന്നത് അവർ രക്ഷാകര പദ്ധതിയിൽ നിർവഹിച്ച ദൗത്യവുമായി ബന്ധപ്പെട്ടാണ്. മിഖായേൽ എന്ന് പറഞ്ഞ ദൈവമാണ്. മിഖ എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയിൽ ഈക്വൽ ടു, ഹു ഈസ് ഈക്വൽ ടു മീ, ഹൂ ആണ്. ഹു ഈസ് ഈക്വൽ ടു ഗോഡ് എന്നാണ്. ആരാണ് ദൈവത്തിന് തുല്യൻ? അതായത് ഞാൻ ദൈവതുല്യനാണെന്ന് ലൂസീബർ പറഞ്ഞപ്പോൾ വാളുമെടുത്ത് ചാടി ലൂസീബറിനെ തോപ്പിച്ച് ഓടിച്ചതാരാ? മിഖായേൽ. അതുകൊണ്ടാണ് മിഖായേലിന് ആ പേര് കിട്ടിയത്, അല്ലേ?
മീഖായേൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേരാണ്. റഫായേൽ എന്ന് പറയുമ്പോൾ, ഗബ്രിയേൽ എന്നൊക്കെ പറയുമ്പോഴും ആത്യന്തികമായി അർത്ഥം വയ്ക്കുന്നത് അവർ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തിന് വേണ്ടി നിർവഹിച്ച ദൗത്യങ്ങളെ ആധാരമാക്കി. അതുകൊണ്ടാണ് എല്ലാ മാലാഖമാരുടെ അവസാനം ഏൽ എന്ന് കാണും. ഏൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം. അതാണ് ആ ദൈവത്തിന് വേണ്ടി അവർ നിർവഹിച്ച ദൗത്യം ഏതോ അതാണ് ഇതിലൂടെ അർത്ഥമാക്കുക. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ അവസാനിക്കുകയാണ്. മാലാഖമാർ എന്ന ഈ വിഷയത്തിൽ തീർച്ചയായും ശാലോമിൻ്റെ പ്രേക്ഷകരായി നിങ്ങൾക്കും സംശയങ്ങളുണ്ട് എന്ന് തീർച്ചയായും മനസ്സിലാക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. മാലാഖമാർ എന്ന വിഷയത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളെക്കുറിച്ച് തീർച്ചയായും എഴുതി ചോദിക്കാവുന്നതാണ്. പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടും വരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.